രാവിലെ 11 മണിയോടെയാണ് കണ്ണൂരിലെ ഒരു സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ ലീഗ് ജില്ലാ കൗൺസിൽ യോഗം ആരംഭിച്ചത്. യോഗത്തിൽ സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ട ജില്ലാ നേതൃത്വം മാധ്യമങ്ങൾ ഹാളിൽ പ്രവേശിക്കുന്നത് കർശനമായി വിലക്കിയിരുന്നു. അഴീക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ പരിധിയിൽ ഉൾപ്പെട്ട ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ളവരെ ജില്ലാ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത്. നേരത്തെ അഴീക്കോട് മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് ചില പ്രവർത്തകർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കോടതി സ്റ്റേ ചെയ്തിരുന്നു. സംഘർഷത്തിൽ പ്രവർത്തകർ ഹാളിലെ ഫർണിച്ചറുകളും ജനൽചിലകളും അടിച്ചു തകർത്തു. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് 2 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് യോഗത്തിനെത്തിയ സംസ്ഥാന സെക്രട്ടറിമാരായ PKK ബാബിയും TPM സാഹിറും ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടയക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം പ്രവർത്തകർ ഇവരെ ഹാളിന് പുറത്ത് തടഞ്ഞുവെച്ചു. ഇത് ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും അക്രമമുണ്ടായി. സംഘർഷത്തെ തുടർന്ന് കൗൺസിൽ യോഗം നിർത്തിവെച്ചു. കാസർഗോഡിന് പിന്നാലെ കണ്ണൂരും കൗൺസിൽ യോഗം സംഘർഷത്തിൽ കലാശിച്ചത് ലീഗ് നേതൃത്വത്തിന് വൻ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സുനിൽ ഐസക്, റിപ്പോർട്ടർ, കണ്ണൂർ. 5ാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ